എടാ ഞാൻ ദേഷ്യം വന്നപ്പോൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞു വായെ തോന്നിയത് അത് പറയാൻ പാടില്ലായിരുന്നു. ഈ തോട്ട് പ്രോസസ് നിങ്ങൾ കടന്നു പോയിട്ടുണ്ടോ? അതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഹലോ എവറി വൺ, ഐ എം ഡോക്ടർ അജയ് കൃഷ്ണൻ. ഐ എം എ സൈക്യാട്രിസ്റ്റ്. ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ്റെ ഒരു ഭാഗമുണ്ട്, അമിഗ്ഡാല. മൂപ്പരങ്ങടെ ആക്ടിവേറ്റ് ആവും. ആ സമയത്ത് നമുക്ക് ഇമോഷൻസ് കയറി വരും, അഡ്രിനാലിൻ റഷ് ഉണ്ടാവും, മസിൽസൊക്കെ ടെൻസ് ആവും. വേറൊരു ബ്രെയിൻ്റെ ഭാഗമുണ്ട്, പ്രീ ഫ്രണ്ടൽ കോർട്ടിക്സ്. ഇതാണ് റാഷണൽ തിങ്കിങ്ങിനെയും ഇമ്പൾസിവിറ്റിനെയും കൺട്രോൾ ചെയ്യുന്നത്. ഇത് അത്ര പെട്ടെന്ന് ആക്ടിവേറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ഇമോഷണലി ചാർജ്ഡ് ആയിരിക്കുന്ന സമയത്ത് ആണ് ഈ പൊട്ടിത്തെറി സംഭവിക്കുന്നത്. അതിനുശേഷമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടിക്സിൻ്റെ ആക്ടിവിറ്റി സംഭവിക്കുക, ഫുള്ളി ആക്റ്റീവ് ആവുക. അപ്പോഴാണ് നമ്മുടെ മനസ്സിൽ തോട്ട് പ്രോസസ്സ് വരിക, അയ്യോ ഞാനത് പറയാൻ പാടില്ലായിരുന്നു, അത് ശരിയായില്ല. അത് നിങ്ങളുടെ റിയൽ സെൽഫ് അല്ല, അത് ഇമോഷൻ്റെ ഇൻഫ്ലുവൻസിൽ പ്രവർത്തിക്കുന്ന ബ്രെയിനാണ്. ആൻഡ് ആദ്യത്തെ കുറച്ച് സെക്കൻഡുകളിൽ ഇമോഷണൽ സർജ് മാക്സിമം ആയിരിക്കും. അതുകൊണ്ട് എന്താ ചെയ്യുക, റിപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ടേക്ക് എ 10 സെക്കൻഡ് ബ്രേക്ക്, ഡീപ് ബ്രെത്ത്സ് എടുക്കുക ആൻഡ് ദെൻ റിപ്ലൈ. ഈ 10 സെക്കൻഡ് ആയിരിക്കും ഒരു മേജർ റിഗ്രറ്റും നിങ്ങളെ സേവ് ചെയ്യുക. ഈ വീഡിയോ റിലേറ്റബിൾ ആണോ? എന്നാൽ നിങ്ങളുടെ പൊട്ടിത്തെറിക്കുന്ന കൂട്ടുകാരനെ അയച്ചു കൊടുക്കുക.